ബോസ് ഇത്രയും കാലമായല്ലോ, ഏതാണ്ട് ഒരു 10-15 കൊല്ലമായി ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മനുഷ്യന്റെ ഒരു ജീവിതം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ബിനാലയുടെ? പേഴ്സണലി വളരെയധികം ഗ്രോത്ത് ഉണ്ടായി. ദ സെയിം ടൈം സാക്രിഫൈസസ് ആർ ദ ഗ്രോത്ത്. സാക്രിഫൈസ് ആണ് അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മുടെ ബിനാലയുടെ ഉത്തരങ്ങൾ. സാക്രിഫൈസ് ബേസിക്കലി ഐ വുഡ് സേ ദറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കുടുംബത്തിൻ്റെ സമയം. അത് സെൽഫിഷാകാം, ചിന്തിക്കാം. എനിക്കൊരു മകളുണ്ട്, ഒരു മകനുണ്ട്, ഭാര്യയും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ അത് ഞാൻ ബേബി സാറിനോട് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടും കൂടി. ബേബി സാറ് 2010 എൻ്റെ വീട്ടിൽ വന്നതാണ് തുടക്കം. ആ തുടക്കം 2010 മെയ് 30 വരികയും ആ ദിവസത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയതും ആ സംഭവം തന്നെയാണ്. കേരളത്തിലേക്ക് വരുത്തിയത് ആ സംഭവമാണ്. അല്ലെങ്കിൽ അവിടെ ബീൻ ഇൻ ബോംബെ ഫോർ എവർ. അപ്പൊ എല്ലാം ഒരു നിമിത്തമാണ്. നിമിത്തം ഭഗവാൻ തന്ന നിമിത്തമൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ പാഷനിന് അനുസരിച്ച് കമ്മിറ്റ്മെന്റ് ആൻഡ് പാഷൻ ടുവേർഡ്സ് ദ വർക്ക്. അപ്പൊ ഐ തിങ്ക് ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മൈ. അപ്പൊ ബിനാലെ വളരെയധികം കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഉത്തരമാണ് ബിനാലയുടെ. എനിക്ക് തോന്നുന്നു എൻ്റെ കമ്മിറ്റ്മെന്റ് എങ്ങനെയായാലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ 100% ഇൻവോൾവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഐ യൂസ് ടു ഹാവ് എ ഗാലറി. എൻ്റെ ഗാലറി പാർട്ട്ണർ 2 മില്യണേഴ്സ്, അത് ബിർള ഫാമിലിയും യാഷ് ബിർളയും ദേവാൻഷി മേത്ത 2 പേരുടെ കൂടെയാണ് ഞാൻ ഗാലറി നടത്തിക്കൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഇൻ 2008, 9, 10. ആ സമയത്താണ് ബിനാലയെ കുറിച്ചുള്ള ചർച്ചകൾ വരികയും ഞാൻ കംപ്ലീറ്റ്ലി ഐ ഗിവൺ മൈ പാർട്ട്ണർഷിപ്പ്. ബോംബെയിലെ ഏറ്റവും നല്ല ഗാലറികളിലൊന്നായി 2-2.5 വർഷക്കാലം അവിടെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബിനാലയെ പറ്റി ബേബി സാറിന് അറിയത്തില്ലായിരുന്നു. ദെൻ റിയാസ് ആ സമയത്തുണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ഇല്ലെങ്കിൽ പോലും ആ സമയത്തുണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ഞങ്ങളെ സുഹൃത്തുക്കൾ വിളിക്കുകയും രാത്രിയിലുണ്ടായിരുന്ന ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു സംഭവമാണ്. ഈ ബിനാലെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം ഡബ്ലൻഡേഴ്സ് എന്ന് പറയുന്നൊരു ഷോ ഞാൻ നടത്തിയിരുന്നു. എവിടെ? അത് ട്രാവലിംഗ് ഷോ ആയിരുന്നു. ട്രാവലിംഗ് ഷോ ആദ്യമായിട്ടാണ് മലയാളികളെ ഇത്രയും അധികം പരിചയപ്പെടുത്തിയ ഷോ അന്ന് നടക്കുന്നത്. 2005 69 മലയാളികളായിട്ടുള്ള കലാകാരന്മാർ ഫ്രം വിവിധ രാജ്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ വർക്കുകൾ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ ആൻഡ് കൊച്ചി അങ്ങനെ നടത്തിയതാണ്. അത് 69 artists. That is my first experience, the largest scale project which is traveled from from Bombay to Delhi to Bangalore to കൊച്ചി വരെ വരികയും അത് ആ സമയത്താണ് മലയാളികൾ ഇത്ര കലാകാരന്മാരുണ്ടെന്ന് നമ്മുടെ നാട് തന്നെ, അതായത് ബോംബെക്കാരും ഡൽഹിക്കാരും ഒക്കെ അറിയുന്നത്. സോ മെനി ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. അത് ഒരു മാധ്യമത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, വളരെ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. വീഡിയോ ആർട്ട്, ആ സമയത്തൊക്കെ വീഡിയോ ആർട്ട് ആൻഡ് ന്യൂ മീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ജിതീഷ് കല്ലാട്ട് മലയാളിയാണെന്ന് അറിയുന്നത് അന്നാണ്. അല്ലെങ്കിൽ അതെ. അതുപോലെ തന്നെ വളരെയധികം അജീവിയൻ എടുക്കുക, വിവേക് വിലാസിനെ എടുക്കുക. ആർക്കെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ്, കലാധരൻ മാഷിന് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ വിൽക്കാൻ പറ്റിയതിന്റെ സന്തോഷമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ ദാറ്റ് 69 artists from there to a gallery organizer to a Biennale from my. അത് ഒരുപക്ഷെ മറ്റുള്ള കലാകാരന്മാരിൽ താല്പര്യമുള്ളത് കൊണ്ടാണ്. എൻ്റെ വീട് ഒരു അഡ്ഡയായിരുന്നു. ഫോർ all kinds of creative people I used to invite, celebrate life. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, പേഴ്സണലായിട്ട് ഇപ്പം പറഞ്ഞല്ലോ, പേഴ്സണലായിട്ട് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇതിനകത്ത്. കാരണം ഇത്ര വലിയൊരു സംഭവമാണ് ചെയ്യുന്നത്. അതിനകത്ത് ഉള്ള നിങ്ങളൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ, കലാകാർ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വർക്ക് ഓഫ്
ഇതുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന വർക്ക്, അതിന് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? അത് എനിക്ക് തോന്നുന്നു എൻ്റെ വർക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന് ക്യൂററ്റോറിയൽ വർക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി പോകുന്നു. ബിനാലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വർക്കും കൂടിയാണ്. അതെ, 100%. 100% നമ്മുടെ ഒരു വർക്കാണ്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് സഫറിങ്, ബട്ട് പേഴ്സണൽ, ദ അൾട്ടിമേറ്റ് പേഴ്സണൽ സെൽഫിഷ് ആണെങ്കിൽ, ആ സെൽഫിഷ് സംഭവം നോക്കുകയാണെങ്കിൽ I suffered a lot. I used to, pay one of the highest taxpayer in Borivali area. Of course, കള്ളന്മാരൊന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ദാറ്റ് കൈൻഡ് ഓഫ് ആ സമയത്ത് നിന്ന് ഇവിടെ ഇപ്പോൾ of course once in a while I'll show, but it is important that my work is going on. I do design, I do architecture, all these things. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ലേ, മനസ്സിലൊരു വലിയ പ്രശ്നം ഉണ്ടാക്കൂലേ? I was supposed to make a home that is also അസ്ഥികൂടമായിട്ട് നമ്മുടെ ആലുവ മലപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും നല്ല പ്രോപ്പർട്ടികളൊന്നും ഞാൻ വാങ്ങിയത് ഒരു മ്യൂസിയം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അത് 2000 ഞാൻ എൻ്റെ ഗാലറിയൊക്കെ നടത്തുകൊണ്ട് ഇരുന്ന സമയത്താണ് 2008-2009 കണ്ട വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ദാറ്റ് അത് അതിൻ്റെ സ്ട്രക്ചറൽ വർക്കും ഒക്കെ അങ്ങനെ കിടക്കുക. അല്ല, ഞാൻ പറഞ്ഞ ആസ് ആൻ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടോ? സങ്കടമൊന്നുമില്ല. സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഐ ഡോണ്ട് ഡ്രീം, ഐ ബിലീവ് ഇൻ മേക്കിംഗ് തിങ്സ് ഹാപ്പൻ. Any kind of situation, as an artist, I believe that chaos is always an important aspect. In my studio, if it is, I don't want a neat table, and I like, if it is chaos, I can make better order out of that chaos. That is also in this creative process. There is one of the most important aspect is the process of making things. That process of materiality, process of reading, process of understanding. That's all going. അത് improvised സംഭവമാണ്. പക്ഷെ അത് നഷ്ടപ്പെടുന്നെന്ന് തോന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഷോ വെൻ ഐ ഇൻവോൾവ് വിത്ത് ക്യൂററ്റോറിയലി, I am learning so much from space to space. If somebody asks me to sketch something, I can immediately sketch a home, immediately sketch a public space if you want. It's like it comes from the practice of it. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കരച്ചിലൊന്നുമല്ല. ഓഫ്കോഴ്സ് ഫൈനാൻസ് ആണ് എല്ലാം എന്ന് വിചാരിക്കുമ്പോൾ അല്ല, അങ്ങനെയല്ല. എന്നാലും ഒരു നഷ്ടം ഉണ്ടാവില്ല. നഷ്ടം. ബോസ് കൃഷ്ണമാചാരി ആർട്ടിസ്റ്റ് ആണല്ലോ. ആ ആർട്ടിസ്റ്റ് എന്നുള്ള സ്ഥാനത്തിൽ ഒരുപാട് നഷ്ടങ്ങളില്ലേ? സംഭവിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ആകെ ഞാനൊരു പ്രധാനപ്പെട്ട ഷോ ആണ് ചെയ്തിട്ടുള്ളത് 2019 ഒരു സോളോ ഷോ. ആസ് എ മേജർ ഷോ ഐ വുഡ് സേ ദാറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 2019. അതിനുശേഷം പാൻഡമിക് വരുന്നു. സോ ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ മീ ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ലോകമേ തറവാട് ഗിവൺ മീ സോ മച്ച്. ആലപ്പുഴ. That given so much of confidence to the Malayali community, not only in Malayali community, in all over India if we take it, or all around the world, 600,000 square feet area-il നടന്നിട്ടുള്ള കലാപ്രദർശനം അത് ലോകത്തിലെങ്ങും ഉണ്ടായിരുന്നിരിക്കാൻ വഴിയില്ല പാൻഡമിക് സമയത്ത്. സോ 2021 നടത്തിയ ലോകമേ തറവാട് ആ ഷോയും അത് വളരെ പ്രധാനപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ ക്രിയേറ്റീവ് സംഭവം നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് പേഴ്സണലി ഐ ഹാവ് ഡൺ ആസ് എ പെയിൻറ്റിങ് ഓർ സ്കൾപ്ചർ ഷോ. ഐ യൂസ്ഡ് ടു ഡു ഓൾമോസ്റ്റ് 3 solo shows in a year in different cities, different museum spaces or something. അതില്ലാതെ